കോഴിക്കോട്ട് ബി.ജെ.പി. ഓഫീസിന് മുന്നിൽ നേതാക്കൾക്കെതിരെ പോസ്റ്റർ പതിച്ചതിൽ കേസെടുത്ത് കസബ പോലീസ്. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിൽ കലാപാഹ്വാനത്തിനാണ് കേസെടുത്തത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചു. ബി.ജെ.പിയിലെ മുതിർന്ന നേതാക്കളെ കുറുവാ സംഘത്തോട് ഉപമിച്ചുള്ള പോസ്റ്ററാണ് ജില്ലാ ഓഫീസിന് മുന്നിൽ പതിപ്പിച്ചത്. ദീപക് മലയമ്മ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മലയമ്മ, എത്ര പോസ്റ്ററുകൾ എവിടെയൊക്കെയാണ് പ്രത്യക്ഷപ്പെട്ടത്? എവിടെ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്? സുജയ, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് പ്രസ് ക്ലബ്ബ്, ഒപ്പം തന്നെ BJPയുടെ ഓഫീസിലെ ബോർഡ് തുടങ്ങിയ മേഖലകളിലാണ് ഇത്തരത്തിൽ നോട്ടീസ് പതിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള പരാജയം നേരിട്ടു. അതിന് പിന്നാലെ തന്നെയാണ് BJPയിലെ കുറുവ സംഘത്തിനെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റർ സേവ് BJPയുടെ പേരിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് വി മുരളീധരൻ, ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ, പി രഘുനാഥ്, ഈ 3 പേരെയും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, പാർട്ടിയെ രക്ഷിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ തന്നെ BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം ഒരു പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കലാപാഹ്വാനത്തിനുൾപ്പെടെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആരാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചതിന് പിന്നിലെന്നുള്ളത് കണ്ടെത്തണം എന്നുള്ള ആവശ്യവും കൂടി ആ പരാതിയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. കമ്മീഷണർ ഇപ്പോൾ പരാതി കസബ പോലീസിന് കൈമാറുകയും പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഇനിയിപ്പോൾ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റർ പതിപ്പിച്ച ഇടങ്ങളിലൊന്നും തന്നെ അത്തരത്തിൽ കൃത്യമായി ദൃശ്യങ്ങൾ വ്യക്തമാകുന്ന തരത്തിലുള്ള CCTVകളില്ല. എന്നാൽ ആ മേഖലയിലേക്ക് കടന്നു വരാവുന്ന വഴികളിൽ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നത്. സുജയ, ഓക്കെ, താങ്ക് യു. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.